ഈ പ്രായത്തിലൊക്കെ എന്തിരിക്കുന്നല്ലേ, അങ്ങനെ പറയാൻ വരട്ടെ. എന്തായാലും പ്രായം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ ചർച്ചയാണോ എന്നുള്ളത്. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പ്രായമുള്ളവരും പ്രായം കുറഞ്ഞവരും ഒക്കെ ഏറ്റവും ബേബി ആയിട്ടുള്ള ആളുകളൊക്കെ മത്സരിക്കുമ്പോൾ നമ്മൾ വലിയ വാർത്താ പ്രാധാന്യം വരാറുണ്ട്. അപ്പോൾ ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മുന്നണി തിരിച്ചുള്ള സ്ഥാനാർത്ഥികളുടെ പ്രായം നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. പ്രായം വെറും നമ്പർ എന്ന് നമുക്കതിനെ പറയാം. വെറും നമ്പറാണ് പ്രായം. കാരണം സ്ഥാനാർത്ഥികളുടെ പ്രായത്തിലൊന്നും വലിയ കാര്യമില്ല എന്നുള്ളതാണ്. അതായത് പുതിയ സ്ഥാനാർത്ഥികൾ ഉണ്ടാകും, ഒപ്പം തന്നെ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള എത്രയോ വർഷങ്ങൾ 5ഉം 6ഉം തവണയൊക്കെ MLA-മാരായിട്ടുള്ള ആളുകളും ഉണ്ടാകും. എന്തായാലും നമ്മൾ നോക്കുകയാണ് എങ്ങനെയാണ് അതിൻ്റെ കണക്ക് എന്നുള്ളത്. 25 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ളവരുടെ ഒരു കണക്കെടുത്ത് കഴിഞ്ഞാൽ LDF-ന് എത്ര സ്ഥാനാർത്ഥികൾ എന്നുള്ളതാണ് ആദ്യം. 9 സ്ഥാനാർത്ഥികളാണ് ആ കാറ്റഗറിയിൽ LDF-ന് ആയി വരുന്നത്. 25 മുതൽ 40 വരെയുള്ളതിൽ 9 സ്ഥാനാർത്ഥികളുണ്ട്. ഇപ്പം സച്ചിൻ ദേവിനെ പോലുള്ള ആളുകൾ ബാലുശ്ശേരിയിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുണ്ട്. UDF-ന് 16 പേരുണ്ട്. സൂരജിനെ പോലുള്ള സ്ഥാനാർത്ഥികളുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സ്ഥാനാർത്ഥികൾ, പുതിയ സ്ഥാനാർത്ഥികളുണ്ട്. KSUവിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളുണ്ട്. യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളുണ്ട്. NDA-യിൽ നിന്ന് 17 പേരുണ്ട്. അതിൽ 25 വയസ്സുള്ള ഒരു സ്ഥാനാർത്ഥി കൂടിയുണ്ട് എന്നുള്ളതാണ് ഏറ്റുമാനൂരിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി. 41 മുതൽ 50 വയസ്സ് വരെയുള്ളവരുടെ പ്രായം എടുത്തു നോക്കുമ്പോൾ LDF 26, UDF 33 സ്ഥാനാർത്ഥികൾ, NDA 45 പേരുണ്ട്. അതിൽ 50 മുതൽ 60 വരെ, 51 മുതൽ 60 വരെയുള്ളവരുടെ പ്രായം ഒന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ LDF 52 പേരാണ്, UDF 46 പേരാണ്, NDA 47 പേരാണ് അതിലുള്ളത്. 61 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ളവരുടെ പ്രായം, കുറേ കൂടി മുതിർന്ന ആളുകൾ, അതായത് ഒരുപാട് തവണ മത്സരിച്ച ആളുകളാവും, മത്സരിക്കുകയും MLA-മാരാവുകയും മന്ത്രിമാരൊക്കെ ആളുകൾ ഉണ്ടാവും ആ കൂട്ടത്തിൽ. അതിൽ 39 പേർ LDF സ്ഥാനാർത്ഥികളും, UDF 35 പേർ, NDA 27 പേർ. 71-നും 80-നും മുകളിൽ പ്രായമുള്ളവർ LDF-ൽ 11 പേർ, UDF-ൽ 10 പേര്, NDA-ൽ 4 പേരാണ് NDA-ലുള്ളത്. അതൊപ്പം തന്നെ 80+ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുമ്പോൾ അതിൽ 3 പേർ LDF-ലുണ്ട്. ഒപ്പം തന്നെ UDF-ലും NDA-ലും 80 കഴിഞ്ഞ് ആരുമില്ല എന്നുള്ളതാണ്. 80 കഴിഞ്ഞതിൽ ഒന്ന് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അപ്പോൾ ഏറ്റവും പ്രായം കൂടിയ സ്ഥാനാർത്ഥി ആര് എന്ന് ചോദിക്കുമ്പോൾ അതിൽ നമുക്ക് പിണറായി വിജയനാണ് അതിലുണ്ടാവുക. അത് നമുക്കതിലേക്ക് വരാം. അപ്പോൾ LDF-ൻ്റെ ഒരു ശരാശരി പ്രായം എന്ന് പറയുന്നത് 57.4 അവരുടെ ഒരു ഏജ് വരുന്നത്, ഏവറേജ്. അതായത് 140 മണ്ഡലങ്ങളിലും മത്സരിക്കുന്നവരുടെ ഒരു ഏവറേജ് ഏജ് എന്ന് പറയുന്നത്. UDF 54.2 UDF സ്ഥാനാർത്ഥികളുടെ ഏജ്. പക്ഷേ NDA കുറേ കൂടി ആ കാര്യത്തിൽ ചെറുപ്പമാണെന്ന് പറയാം. 57.7, 51.7. പിണറായി വിജയൻ നമ്മൾ പറഞ്ഞു 82 വയസ്സ്, അദ്ദേഹമാണ് ഏറ്റവും പ്രായം കൂടിയ സ്ഥാനാർത്ഥി ഈ തെരഞ്ഞെടുപ്പിൽ എന്ന് പറയുന്നത്. ഒപ്പം തന്നെ പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി ആതിര D. നായരാണ്. LDF-ൻ്റെ UDF-ൻ്റെ ഒക്കെ ആളുകളെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 76 വയസ്സ്, PK കുഞ്ഞാലിക്കുട്ടി 75 വയസ്സ്, G. സുധാകരൻ 75 വയസ്സ്, അതോടൊപ്പം തന്നെ കടന്നപ്പള്ളി രാമചന്ദ്രൻ, AK ശശീന്ദ്രൻ LDF-ൻ്റെ ഭാഗത്ത് നിന്ന് 2 പേരും 80+ ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ പ്രായം കുറഞ്ഞ ആളുകളുമുണ്ട്, പ്രായം കൂടിയ ആളുകളും ഒക്കെ ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. എന്നാലും പ്രായം കൂടും തോറും തെരഞ്ഞെടുപ്പിൻ്റെ വീര്യം കൂടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ കണ്ട ആളുകളാണ്, ഒരുപാട് പ്രചാരണത്തിൽ പങ്കെടുത്ത ആളുകളാണ്, ഒരുപാട് തന്ത്രങ്ങൾ മെനഞ്ഞ ആളുകളാണ്, ഒരുപാട് പരാജയം നേരിട്ടവരാണ്, ഒരുപാട് തവണ ജയിച്ചവരാണ്. അവരെ സംബന്ധിച്ച് ഒരു പ്രയാസമുണ്ട്. പുതിയ ആളുകൾക്ക് വളരെ എക്സൈറ്റ്മെൻറ്റുമായിരിക്കും ആദ്യമായി മത്സരിക്കുന്ന ആളുകളുണ്ടാവും. ഒരു തോൽവി മാത്രം അറിഞ്ഞ് തിരിച്ചു വന്ന് ജയിച്ച ആളുകളൊക്കെ ഉണ്ട്. ഇപ്പം CR മഹേഷിനെ പോലുള്ള സ്ഥാനാർത്ഥികളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുണ്ട്. അപ്പോൾ പ്രായത്തിൻ്റെ കണക്ക് നോക്കുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാണാൻ സാധിക്കുന്നത്. എന്തായാലും പ്രായം വെറും നമ്പർ മാത്രമാണ്.